വെൽക്കം ടു ദിയാസ് കിച്ചൺ. ഇന്ന് നമുക്ക് നെയ്യപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: 2 കപ്പ് പച്ചരി 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്, തേങ്ങാക്കൊത്ത് 1/4 കപ്പ്, ഏലക്ക പൊടിച്ചത് 1 ടീസ്പൂൺ, ശർക്കര ക്രഷ് ചെയ്തത് 1/2 കപ്പ്, എള്ള് 1 സ്പൂൺ, നെയ്യ് 2 ടീസ്പൂൺ, വെളിച്ചെണ്ണ, മൈദ മാവ് 1 ടേബിൾ സ്പൂൺ. ആദ്യം നമുക്ക് ശർക്കര പാനി തയ്യാറാക്കാം. അതിനായി നമുക്ക് ഒരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കാം. ശർക്കര വെള്ളത്തിൽ ഉരുക്കി പാനിയാക്കി എടുക്കാം. ശർക്കര ഉരുക്കി വന്നിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കാം. ഇത് തണുത്തതിന് ശേഷം അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യപ്പത്തിനുള്ള മാവ് തയ്യാറാക്കാം. അതിനായി 2 മണിക്കൂർ കുതിർത്ത് വെച്ച പച്ചരി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അരി അരയ്ക്കുന്നത് വെള്ളം ചേർത്തല്ല, ശർക്കര പാനി ചേർത്തിട്ടാണ്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര പാനിയിൽ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരി അരയ്ക്കുമ്പോൾ പേസ്റ്റ് പോലെ ആവാൻ പാടില്ല, അല്പം തരി വേണം. ശർക്കര പാനി ഒഴിച്ച് അരയ്ക്കുമ്പോൾ ശർക്കര പാനി കൂടി പോകാൻ പാടില്ല. ആവശ്യമാണെങ്കിൽ അല്പം കൂടി ചേർത്ത് അരച്ചെടുക്കാം. ബാറ്റർ ഒത്തിരി ലൂസാവാൻ പാടില്ല. ബാറ്റർ ഒരുപാട് തിക്കോ ഒരുപാട് ലൂസോ ആവാൻ പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാൻ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മൈദ മാവ്, ഏലക്ക പൊടിച്ചത്, എള്ള്, 1 നുള്ളു ഉപ്പുപൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു തിക്ക് ബാറ്ററായി മാറും. നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഒരുപാട് ലൂസുമല്ല, ഒരുപാട് തിക്കുമല്ല. ഇനി ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ നെയ്യപ്പത്തിനുള്ള ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. ഇതൊരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നെയ്യപ്പം തയ്യാറാക്കാം. ഏകദേശം 3 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്ത് കോരാം. നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ലാസ്റ്റായിട്ട് തേങ്ങാക്കൊത്ത് കൂടിയിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ബാറ്റർ ഒരുപാട് തിക്കാണെന്നുണ്ടെങ്കിൽ ബാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനിയിൽ 2-3 സ്പൂൺ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നെയ്യപ്പം തയ്യാറാക്കാം. അതിനായി ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ തിളച്ച് തുടങ്ങുമ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് പോലെ ബാറ്റർ ധാരയായി ചട്ടിയുടെ സെൻറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പൊസിഷൻ മാറരുത്. ഒരു നെയ്യപ്പത്തിൻ്റെ വലുപ്പത്തിലാകുമ്പോൾ നിർത്താം. നെയ്യപ്പം കുക്കായി തുടങ്ങുമ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗം നന്നായി പൊങ്ങി വരും. അപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ എണ്ണ അതിൻ്റെ സെൻറ്ററിലേക്ക് കോരി കൊടുക്കാം. ഇനി സ്റ്റൗ മീഡിയം ഫ്ലെയിമിലിടണം. നമ്മുടെ നെയ്യപ്പം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ നെയ്യപ്പം ഇടവിട്ട് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കാം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. നമ്മുടെ നെയ്യപ്പം ബ്രൗൺ നിറമാകാൻ തുടങ്ങിയിട്ടുണ്ട്.
ഇനി നമുക്കിത് കോരി മാറ്റാം. നല്ല മൊരിഞ്ഞതും ടേസ്റ്റിയുമായിട്ടുള്ള നെയ്യപ്പം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. സോ എണ്ണ കുറഞ്ഞോളും. ബാക്കിയുള്ള മാവും ഇതേപോലെ തന്നെ തയ്യാറാക്കാം. നമുക്ക് നെയ്യപ്പം ഇതുപോലെ ഈസിയായി വീട്ടിൽ തയ്യാറാക്കാം. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. താങ്ക് യു.